നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് പവർ ബി ഐ. പവർ ബി ഐ എന്ന് പറയുന്നത് പവർ ബി ഐ ഈസ് എ ഡാറ്റ വിഷ്വലൈസേഷൻ പ്ലാറ്റ്ഫോം യൂസ്ഡ് പ്രൈമർലി ഫോർ ബിസിനസ് ഇന്റലിജൻസ് പർപ്പസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതൊരു ഡാറ്റ വിഷ്വലൈസേഷൻ പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ബിസിനസ് ഇന്റലിജൻസ് പർപ്പസ്. എന്താണ് ഈ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? അതായത് ഒരു ഡാറ്റയെ നമ്മൾ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്നു. അതായത് ഒരു റോ ഡാറ്റയെ അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ഒരു ഡാറ്റയെ നമ്മൾ പല ഗ്രാഫും ചാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാം. ഇതാണ് പവർ ബി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പവർ ബി ഐ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പവർ ബി ഐ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, പവർ ബി ഐ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആപ്സ്, സർവീസ് ആൻഡ് കണക്ടേഴ്സ് ദാറ്റ് ടേൺ ദി റോ ഡാറ്റ ഇൻ ടു മീനിങ് ഇമ്മേഴ്സീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ഇൻസൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് പവർ ബി ഐ യൂസ്ഡ് ഫോർ. അതിൽ കുറച്ച് കോമൺ യൂസസ് പറയുന്നുണ്ട്. ഏതൊക്കെയാ? ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ഡാറ്റ ഇന്റഗ്രേഷൻ, ബിസിനസ് ഇന്റലിജൻസ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഇതിൽ ആദ്യം വരുന്നതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതിന് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ചാർട്ട്സും റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളുടെ റോ ഡാറ്റയെ ഒരു വിഷ്വൽ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ റിപ്പോർട്ടിലേക്ക് എന്താ ചേഞ്ച് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്. ഗേറ്റ് ചാർട്ട്, KPI, കോംബോ ചാർട്ട്, ബാർ, കോളം ചാർട്ട്, ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ ഇന്റഗ്രേഷൻ. ഡാറ്റ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത് എന്താ? കമ്പൈനിങ് ഡാറ്റ. ഇപ്പം നമുക്ക് കിട്ടുന്ന ഡാറ്റ ഡിഫറെന്റ് സോഴ്സിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതിനെല്ലാം എന്താ കമ്പൈൻ ചെയ്യാം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബിസിനസ് ഇന്റലിജൻസ്. അതായത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിലൂടെ നമുക്ക് സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇത് ബിസിനസ്സിനെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്? ആ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പവർ ബി ഐ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. അപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ടീംസിന് എന്താ, അവർക്ക് ആ ഒരു റിപ്പോർട്ട് അവർക്കിടയിൽ ഷെയർ ചെയ്യാൻ പറ്റും. അതിലൂടെ അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വർക്കിംഗ് ടുഗദർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഇത് ഇപ്പൊ നമ്മുടെ എക്സ്പെൻസ്, പ്രോഫിറ്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. അതായത് സെയിൽസിനെ ആൻഡ് മാർക്കറ്റിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാം. ഇപ്പം കസ്റ്റമർ ബിഹേവിയർ അല്ലെങ്കിൽ റവന്യൂ, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പവർ ബി ഐ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പവർ ബി ഐയുടെ ഒരു പ്രോസസ് ഫ്ലോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല ഡാറ്റ സോഴ്സിൽ നിന്നും നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നു, പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെന്താ പവർ ബി ഐ സർവീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാം. മൊബൈൽ ത്രൂ ആക്സസ് ചെയ്യാം, മൊബൈൽ വ്യൂ കാണണമെങ്കിൽ കാണാം, ലാപ്പ് വ്യൂ അങ്ങനെ കാണാം. അപ്പൊ നമുക്കത് പല രീതിയിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്.